നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും ബംഗാളിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി ബംഗാളിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ മുതലാണ് അവിടെ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ മമതയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് അടിച്ചുവിട്ടത്. തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾക്ക് ആക്രമണം നടത്താനുള്ള ലൈസൻസ് തന്നെ കൊടുത്തത് മമതാ ബാനർജിയാണ്. നിലവിൽ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മമത പരാജയ ഭീതി മുന്നിൽ കണ്ട് തൃണമൂൽ ഗുണ്ടകളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ കണ്ടതാണ്. ബംഗാളിൽ BJP അധികാരത്തിൽ വരുമ്പോൾ മമതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് മമതയുടെ നേതൃത്വത്തിൽ ആക്രമണം തന്നെ നടത്തുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ മമത ഒരു അധോലോക ഗുണ്ടയായിട്ടാണ് പശ്ചിമ ബംഗാളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മമതയ്ക്ക് ഒപ്പം നിൽക്കാത്തവരെ കള്ളക്കേസിൽ കുടുക്കുകയും അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ ഉപയോഗിച്ച് കൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ബംഗാളിൽ കാണുന്നത്. അതിന്റെ ഒരു തെളിവാണ് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിനെ പീഡനക്കേസിൽ കുടുക്കാൻ മമത ഒരു തിരക്കഥ തന്നെ തയ്യാറാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ ആ തിരക്കഥയിൽ ഹൈക്കോടതി തന്നെ പോലീസിനും മമതയ്ക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നിലവിൽ ബംഗാളിൽ ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ ചാന്ദ്പൂർ ഗ്രാമത്തിൽ BJP നേതാവ് ഹഫീസ് ഷെയ്ഖിനെ ആക്രമിച്ച സംഘം തല വെട്ടിയെടുത്തു. ഹഫീസ്പൂർ ഷെയ്ഖ് ആ പ്രദേശത്തെ ഒരു ചായക്കടയിൽ കാരംസ് കളിക്കുകയായിരുന്നു. ഹഫീസ്പൂറിനെതിരെ മോട്ടോർ ബൈക്കിലെത്തിയ ആക്രമികൾ വെടിയുയർത്തുകയും തല വെട്ടിമാറ്റുകയുമായിരുന്നു ചെയ്തത്. എന്നാൽ പശ്ചിമ ബംഗാൾ പോലീസ് ഇതിനെപ്പറ്റി യാതൊരു അന്വേഷണവും നിലവിൽ നടത്തിയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞുകൊണ്ടാണ് മമതയുടെ പോലീസ് ഇതിനെതിരെ അറസ്റ്റ് ചെയ്യാത്തതും ഇതിനെതിരെ ഒരു പ്രതികരണം നടത്താത്തത്. ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം തന്നെ ജനങ്ങളുടെ അടുത്തുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ആക്രമണ സംഭവങ്ങളിൽ ആശങ്കാകുലനായി ഗവർണർ CV ആനന്ദ ബോസ് മമതയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനകം ഈ ആക്രമണങ്ങളുടെ പേരിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് 24 മണിക്കൂറിനകം തന്നെ അറിയിക്കണമെന്നാണ് ഗവർണറുടെ ഓഫീസ് കർശനമായ നിർദ്ദേശം മമതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഗവർണർ കത്ത് വഴിയാണ് മമതയ്ക്ക് ആ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നോർത്ത് 24 പർഗാനയിലും സന്ദേശ്-വാലിയിലും സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ ഇതിനെതിരെ റിപ്പോർട്ട് ആനന്ദ ബോസ് കേന്ദ്ര സർക്കാരിന് കൈമാറും. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും സന്ദേശ്-ഖാലിയിലും നോർത്ത് 24 പർഗാനയിലും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേൽക്കുന്നുണ്ട്. സന്ദേശ്-ഖാലിയിൽ ജീവിതം അതീവ മോശമായിട്ടാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് രാത്രി വീട്ടിൽ കയറി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പകൽ പോലും സ്ത്രീകൾക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ തുടർന്നാൽ രാജ്ഭവന്റെ വാതിലുകൾ ഇരകളായവർക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നും സാധാരണക്കാരെ രാജ്ഭവനിൽ സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിക്കുമെന്നും CV ആനന്ദ ബോസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടന്ന് 24 മണിക്കൂറിനുള്ളിലാണ് സന്ദേശ്-ഖാലിയിലും നോർത്ത് 24 പർഗാനയിലും ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ആക്രമണത്തിൽ നിരവധി BJP പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആനന്ദ ബോസ് ഗവർണർ എന്ന നിലയിൽ കേന്ദ്രത്തിൽ ഉടൻ തന്നെ ഒരു റിപ്പോർട്ട് നൽകാൻ സാധ്യതയുണ്ട്. അതോടെ ആഭ്യന്തര മന്ത്രാലയം ഇടപെടുകയും ആനന്ദ ബോസ് ഉടൻ തന്നെ പശ്ചിമ ബംഗാളിൽ ഒരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, പശ്ചിമ ബംഗാളിൽ ആനന്ദ ബോസിന്റെ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ എത്തുന്നതോടുകൂടി അവിടെ പട്ടാളം ഇറങ്ങാനുള്ള സാധ്യത, അതായത് കേന്ദ്രസേന ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്.